എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗിവ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കും അതേപോലെ തന്നെ കണക്കെഴുത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ കണക്ക് സൂക്ഷിക്കുന്ന കാര്യത്തിലും അധികം നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനമുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലെ വരവ് ചെലവിൻ്റെ കണക്കുകൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ വർഷാവസാനമാകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കണക്കെടുപ്പ് വേണം. അങ്ങനെ പല പല കാര്യങ്ങളും നിയമപരമായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നു. ഇതേ കാര്യം തന്നെ ഒരു കുടുംബത്തിൽ നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അത് തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഒരു വലിയ പ്രസ്ഥാനം മാത്രമല്ല, ഒരു കുടുംബവും വളരെ അധികം ഒരു സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കണക്ക് എഴുതുന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു വരവ്, എന്തൊക്കെയായിരുന്നു ചെലവ് എന്ന് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. എന്താണ് ഗുണം? ഒരു മാസത്തെ കണക്ക് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നടത്തിയിട്ടുള്ളത്, ആ ചെലവുകൾ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത മാസത്തിലെങ്കിലും നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും, ആസൂത്രണം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വരവ് ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ വരവിനെ കൂട്ടാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പം അനാവശ്യമായിട്ടുള്ള ചെലവ് കുറയ്ക്കുക, അതേപോലെ തന്നെ നമ്മുടെ വരവ് കൂട്ടുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ധാരാളം പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള കാര്യത്തിനാണ്. അപ്പോൾ കൂടുതൽ കാശ് കിട്ടി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ കാശ് എങ്ങനെ വരുന്നു, എങ്ങനെ ചെലവായി പോകുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കണക്കും നമ്മൾ സൂക്ഷിക്കുക. കണക്ക് സൂക്ഷിച്ചാൽ മാത്രം പോരാ, അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു രീതിയിലും കൂടെ ചിന്തിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ആണെങ്കിൽ പോലും എല്ലാവരും അവരവരുടെ വീട്ടിൽ അവരവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വരവും ചെലവിനെക്കുറിച്ചും തീർച്ചയായിട്ടും ബോധവാന്മാരാകുക. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള നേട്ടം എല്ലാവർക്കും ഉണ്ടാകട്ടെ, അതുവഴി എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.